ഇപ്പോൾ ഇന്ദിരാഭവന് മുന്നിൽ നിന്ന് KPCC ആസ്ഥാനമായി ഇന്ദിരാഭവന് മുന്നിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നു. ഹാഷ്മി, എന്താണ് ഇന്ദിരാഭവന് മുന്നിൽ നടക്കുന്നത്? അവിടെ ഏതെങ്കിലും നേതാക്കളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ എത്തിച്ചേർന്നിട്ടില്ല ദിലീപ് കുമാർ. കുറേയധികം പ്രവർത്തകർ, അത് നാദാപുരത്തുനിന്നും കുറ്റ്യാടിയിൽ നിന്നടക്കം ഈ പോയ ദിവസങ്ങളിലൊക്കെ 3-4 ദിവസമായി ഇവിടെ തമ്പടിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് ഒരു ഫൈനൽ തീരുമാനം എത്തിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന കുറേ അധികം പ്രവർത്തകർ ഇവിടെയുണ്ട്. ആ പ്രവർത്തകരല്ലാതെ പുതിയ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഇങ്ങോട്ടേക്ക് എന്തായാലും ഇപ്പോൾ എത്തിയിട്ടില്ല. MLA-മാരൊക്കെ തിരുവനന്തപുരത്തുണ്ട്. MLA-മാരൊക്കെ 1 മണിയോടുകൂടി തന്നെ അവരോട് ഈ CLP യോഗത്തിന് തയ്യാറാവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അല്പസമയത്തിനകം എന്തായാലും MLA-മാർ എത്തിച്ചേരും. MLA-മാർ എത്തിച്ചേർന്നാലും അവർ ഇവിടെ ഇരിക്കുകയുള്ളൂ. CLP മീറ്റിംഗിൽ ഏറ്റവും നിർണായകമായ തീരുമാനം ഉണ്ടാവേണ്ടത് അടുത്ത 5 വർഷം കേരളത്തെ ഭരിക്കേണ്ടത് ആരാണെന്നുള്ളതാണ്, കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ആരാണെന്നുള്ളതാണ്. ആ തീരുമാനം വരേണ്ടത് ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ്. ചാർട്ടേഡ് ഫ്ലൈറ്റ് അവിടെ നിന്ന് 1 മണിക്ക് മാത്രമേ ഇങ്ങോട്ടേക്ക് എടുക്കുകയുള്ളൂ. എന്തായാലും നമുക്കറിയാൻ കഴിയുന്ന ചാർട്ടേഡ് ഫ്ലൈറ്റിൽ KC വേണുഗോപാൽ ഇല്ല എന്ന് തന്നെ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അതിൽ 4 പേരാണ് ചാർട്ടേഡ് ഫ്ലൈറ്റിലുള്ളത്. അതിൽ നേരത്തെ ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലിരിക്കുന്ന 3 നിരീക്ഷകർ, AIC നിരീക്ഷകർ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ, ദീപാദാസ് മുൻഷി എന്നിവരും പിന്നെ ഒരു ഉത്തരാഖണ്ഡിൽ നിന്നുള്ള സൂര്യകാന്ത് ദസ്മാന എന്നൊരു നേതാവുമാണ്. ആ 4 പേരാണ് ആ ഫ്ലൈറ്റിലുള്ളത്. ആ ഫ്ലൈറ്റ് ഇവിടെ നമ്മുടെ എയർപോർട്ടിൽ, ഈ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങാൻ അനുവാദം ചോദിക്കും 4 മണിക്കാണ്. അപ്പോൾ 4 മണിക്ക് ശേഷം മാത്രമേ CLP യോഗത്തിലേക്ക് അവരെത്തുകയുള്ളൂ. അതിനുശേഷം മാത്രമേ ആ പ്രൊസീജിയർ സംഭവിക്കുകയുള്ളൂ. ഇതിനിടയിൽ അറിയാൻ കഴിയുന്നത്, നമുക്കറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ CLP യോഗത്തിൽ നേരത്തെ നമ്മൾ കരുതിയിരുന്നത് പോലെ MLA-മാരുടെ CLP യോഗത്തിലാണോ അവരുടെ നേതാവ് സംബന്ധിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം ഉണ്ടാവുക, അറിയിപ്പുണ്ടാവുക, അതോ ഇതിനോടകം അതിനുമുമ്പ് ഡൽഹിയിൽ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതാണ്. അങ്ങനെ സംശയമുള്ള ഉണ്ടാവാനുള്ള കാരണം ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലിരിക്കുന്ന 3 നിരീക്ഷകർ സ്വാഭാവികം 1 മണിക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇങ്ങോട്ടേക്ക് വരേണ്ടതാണ്. അവർ അതിലിരിക്കുന്നതിൽ അസ്വാഭാവികത. പക്ഷേ അവിടെ കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവ് JR രമേശ് കൂടി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഇരിക്കുന്നതിന് അർത്ഥം അതിനു മുമ്പ് ഒരു വാർത്താക്കുറിപ്പിൽ കൂടിയോ അല്ലെങ്കിൽ ഒരു പ്രതികരണമായോ മറ്റോ അത് മാധ്യമങ്ങളോ അതിനു മുമ്പ് ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതാണ്. എന്തായാലും അതിനു മുമ്പ് ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന വാദത്തിന് വലിയ ബലം ഉണ്ട്. ഇവിടെ പല ആൾക്കാരും പ്രഖ്യാപനം വരുന്നത് ഡൽഹിയിൽ നിന്നാണ് എന്ന് ചില പ്രാദേശിക നേതാക്കൾ നമ്മളോട് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പറയുന്ന ഈ 3 നേതാക്കളോടും കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ആ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായാണ് KC വേണുഗോപാലുമായി 1 മണിക്കൂർ അവിടെ സംസാരിച്ചത്. യഥാർത്ഥത്തിൽ ചർച്ചയായിരുന്നില്ല. ഹൈക്കമാൻഡ് തീരുമാനം KC വേണുഗോപാലിനെ അറിയിക്കുകയായിരുന്നു. അതിന് KC വേണുഗോപാലാണോ മറ്റൊരാളാണോ എന്ന കാര്യം നമുക്കറിയില്ല. അത് KC വേണുഗോപാലിനും ഹൈക്കമാൻഡും മാത്രമേ അറിയൂ. നമ്മൾ അല്പസമയം മുൻപ് VD സതീശനെയും VD സതീശൻ ക്യാമ്പിനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ വിളിക്കുമ്പോൾ അവർക്ക് ഇതിനോടകം അങ്ങനെ ഫോൺ കോൾ വന്നിട്ടില്ല. പക്ഷേ ആ ഫോൺ കോൾ അല്പസമയത്തിന് അവർ പ്രതീക്ഷിക്കുന്നു. അതിൽ നിന്ന് ഈ 3 നേതാക്കൾക്കും എന്തായാലും അറിയാം കേരളത്തിനടുത്ത മുഖ്യമന്ത്രി ആരെ എന്നുള്ള കാര്യം അറിയാം. അതിനോടൊപ്പം തന്നെ നിരീക്ഷകർക്കും ഹൈക്കമാൻഡും മാത്രമേ അറിയൂ. അറ്റ്മോസ്റ്റ് സീക്രസി ഇപ്പോഴും വെച്ച് ഹാഷ്മി, ഇതിനകത്ത് ഇപ്പോൾ KC വേണുഗോപാലിനോട് രാഹുൽ ഗാന്ധി എന്താണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്ന കാര്യം അറിയിച്ചു എന്നൊക്കെയുള്ള സൂചനകൾ വന്നിരുന്നു. തൊട്ടു പിന്നാലെ രമേശ് ചെന്നിത്തലയെ രാഹുൽ ഗാന്ധി ഫോണിൽ വിളിച്ച് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്ന സൂചനകളും വരുന്നു. ഈ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയെ വിളിച്ച് സംസാരിച്ച കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സ്ഥിരീകരണം നൽകാൻ കഴിയുമോ തിരുവനന്തപുരത്ത് നിന്ന്? ഹാഷ്മി, ഒരുപക്ഷെ ഈ കാര്യങ്ങൾ ഇത്രത്തോളം സീക്രട്ടായി സൂക്ഷിച്ച കാര്യങ്ങൾ ഇനിയും അതിന്റെ പരമാവധി രഹസ്യാത്മകതയിൽ സൂക്ഷിക്കണം എന്ന ഹൈക്കമാൻഡ് നിർബന്ധമുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട് ഗോപി. അതിൽ ഒരുപക്ഷെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ പോയ ദിവസങ്ങൾ കണ്ടതാണ്. തെരുവിൽ കണ്ട വൈകാരികമായ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ പ്രതിഷേധങ്ങൾ നടത്തിയവർക്കും പ്രകടനം നടത്തിയവർക്കും അവരുടെ വികാരത്തിന് വിരുദ്ധമായ ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും തെരുവുകൾ സമരഭരിതമാകാൻ ഇടയുണ്ട്. അപ്പോൾ അതിനുള്ള ഇട നൽകാതെ അങ്ങനെ ആ തീരുമാനം ചോർന്നാൽ അതിനൊക്കെയുള്ള കോപ്പ് കൂട്ടാനുള്ള സമയമോ കിട്ടും. അതൊക്കെ ഒഴിവാക്കി ഒരു ഫൈനൽ തീരുമാനത്തിന് ശേഷം പിന്നെ ബാക്കി കാര്യങ്ങൾ മാനേജ് ചെയ്യാം എന്നതിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് ഈ നേതാക്കൾ ഒരുപക്ഷെ VD സതീശനെയും രമേശ് ചെന്നിത്തലയും വിളിച്ചാലും അവർ വിളിച്ച കാര്യമോ വിളിച്ചിട്ട് പറഞ്ഞ കാര്യമോ എന്താണെന്നോ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കാൻ തുലവും സാധ്യത കുറവാണ്. അത് ഉറപ്പായും ഒന്നുകിൽ ഡൽഹിയിൽ ഹൈക്കമാൻഡ് ഒരുപക്ഷെ ഈ മീറ്റിംഗിന് ശേഷം മല്ലികാർജ്ജുൻ ഖാർഗെ പുറത്തിറങ്ങി ഒന്നും ഇപ്പോൾ JR രമേശ് ഡൽഹി അകത്തേക്ക് കയറി പോകുമ്പോൾ വെയിറ്റ് ചെയ്യൂ, കാത്തിരിക്കുന്ന മാധ്യമങ്ങളോട് കാണിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഞാൻ ദൃശ്യങ്ങൾ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായും വെയിറ്റ് ചെയ്യൂ എന്ന് ആ സന്ദേശം നൽകണമെങ്കിൽ തിരിച്ചു വന്ന് ഇന്നലെ പറഞ്ഞതുപോലെ എന്തോ ഒരു കാര്യം പറയാനുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പോൾ സ്വാഭാവികമായും പുറത്തു വന്ന ഒരു വാർത്താക്കുറിപ്പ് വായിക്കലോ അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമങ്ങളോട് സംസാരിക്കലോ ചെയ്യലുണ്ടോ എന്ന കാര്യം അറിയില്ല. അതല്ലെങ്കിൽ അവിടെ അത് ഉണ്ടാവുന്നില്ലെങ്കിൽ ഉറപ്പായും അതല്ലാതെ ആ തീരുമാനം പുറത്തേക്ക് വരാനേ പോകുന്നില്ല. അത് ഈ CLP യോഗത്തിൽ മാത്രമേ വരാൻ പോകുന്നുള്ളൂ. KC വേണുഗോപാൽ ആ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇല്ല എന്നതിനർത്ഥം KC വേണുഗോപാൽ ആ റേസിൽ നിന്നും ഒഴിവായോ എന്ന കാര്യം ചില സംശയമായി പങ്കുവയ്ക്കുന്നുണ്ട്. അതിന് കാരണം ഇവിടെ CLP യോഗത്തിൽ MLA-മാരുടെ യോഗത്തിൽ അവരുടെ നിയമസഭാ നേതാവിനെ കണ്ടു കഴിഞ്ഞാൽ ആ നേതാവാണ് പോയി ഗവർണറെ കാണുക. ഇപ്പോൾ ഇതിനോടകം തന്നെ സണ്ണി ജോസഫ് ഗവർണറെ കണ്ട് അങ്ങോട്ടേക്ക് വരാനുള്ള സമയം ചോദിച്ചിട്ടുണ്ട്. 3 മണിക്കാണ് ആദ്യം സമയം ചോദിച്ചത്. പക്ഷേ
അദ്ദേഹം ഗവർണർ അവിടെ ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും വന്നാൽ മതി എന്ന സന്ദേശം സണ്ണി ജോസഫിന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ MLA-മാരുടെ യോഗത്തിൽ നിയമസാക്ഷി നേതാവ് തിരഞ്ഞെടുക്കുന്ന ആളാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്. അപ്പോൾ KC വേണുഗോപാൽ ആണ് മുഖ്യമന്ത്രിയെങ്കിൽ KC വേണുഗോപാൽ കൂടിയ ചാർട്ടർ ഫ്ലൈറ്റിൽ ഉണ്ടാവില്ലേ എന്ന കോമൺ ലോജിക്കലാണ്. പക്ഷെ അങ്ങനെ അതിനങ്ങനെ തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല. അതിന് കാരണം ഇന്ന് MLA-മാരെ തെരഞ്ഞെടുത്താൽ ഇന്ന് തന്നെ പോയി ഗവർണറെ കണ്ട് ഈ കാര്യങ്ങൾ പറയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നാളെ ആയാലും പോയാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ തീരുമാനമാകുമ്പോഴേക്കും പിന്നാലെ തന്നെ KC വേണുഗോപാൽ ഇങ്ങോട്ടേക്ക് വരാവുന്നേ ഉള്ളൂ. ഒരു ചാർട്ടർ ഫ്ലൈറ്റ് എടുക്കാൻ തൽക്കാലം അവിടുത്തെ AIC നേതൃത്വത്തിന് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും എന്തായാലും ഇല്ല. അതാണ് നമുക്ക് ഏതെങ്കിലും തരത്തിൽ അസംഷൻസ് അല്ലാതെ ഒന്നും തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോഴും ഉണ്ട്. റേസിൽ 3 പേരും ഇപ്പോഴും വളരെ സജീവമായി നിൽക്കുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഈ ഭൂരിപക്ഷത്തിന്റെ കാര്യം അറിയിക്കാൻ ഗവർണറോട് സമയം ചോദിച്ചപ്പോൾ എപ്പോൾ വേണമെങ്കിലും വന്നോളൂ, ഞാൻ ലോക് ഭവനിൽ ഉണ്ടാകും എന്നാണ് അദ്ദേഹം നൽകിയ മറുപടി. കാരണം അക്കാര്യത്തിലൊന്നും ധൃതിപ്പെടേണ്ട ഒരു ആവശ്യം ഇപ്പോൾ കോൺഗ്രസിനില്ല. ഞാനത് പറഞ്ഞിരുന്നു ഗോപി, അങ്ങനെ ലോക് ഭവനിൽ നിന്ന് കിട്ടിയ സന്ദേശം. അത് കാരണം ഇന്ന് എപ്പോൾ വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ നാളെ വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ ഇന്ന് നേതാവിനെ തെരഞ്ഞെടുത്താൽ ഉടൻ തന്നെ പോയി കത്ത് കൊടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ സാധാരണത്തിൽ കീഴ്വഴക്കം ശുഭസ്യ ശീക്രം എന്ന് പറയുന്നത് പോലെ അധികം വൈകാതെ കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണെങ്കിൽ തന്നെയും ഞാൻ പറയാനുള്ള കാരണം KC വേണുഗോപാലിന്റെ ഫ്ലൈറ്റിൽ, ആ ചാർട്ടർ ഫ്ലൈറ്റിൽ ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റിൽ ഈ 4 പേരുടെ കൂട്ടത്തിൽ KC ഇല്ല എന്നതിനർത്ഥം KC ആ റേസിൽ നിന്ന് ഒഴിവായി എന്നൊരർത്ഥം നമുക്ക് പൂർണ്ണമായി തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും 3 നേതാക്കൾ, നമ്മൾ ഇന്നലെയും ഇന്നുമൊക്കെയായി ഈ നേതാക്കളോടൊക്കെ സംസാരിക്കുന്നുണ്ട്, നേതാക്കളുടെ ക്യാമ്പിൽ സംസാരിക്കുന്നുണ്ട്. 3 പേരും ഏതാണ്ട് ഒരേപോലെ തന്നെ കോൺഫിഡൻസ്, ഒരേപോലെ തന്നെ ആത്മവിശ്വാസമാണ്. ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് ശേഷം നമ്മൾ 3 ക്യാമ്പിലെയും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മാറി വിളിച്ച് സംസാരിച്ചാണ്. 3 പേരും ഉറപ്പിച്ച് പറയും തങ്ങളുടെ നേതാവ് തന്നെയാണ് മുഖ്യമന്ത്രി ഉറപ്പിച്ച് പറഞ്ഞത്. അതിൽ RC ക്യാമ്പിന്റെ പ്രതീക്ഷ KC വേണുഗോപാൽ VD സതീശൻ തമ്മിലുള്ള പോര്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള തർക്കം പരമാവധി രൂക്ഷമാവുകയാണെങ്കിൽ ഒരു സമവായ സ്ഥാനത്ത് എന്നുള്ള നിലയ്ക്ക് RC വരും. RC ആകുമ്പോഴേക്കും MLA ആണ്, സീനിയോറിറ്റി പ്രശ്നം അല്ല, സീനിയോറിറ്റി ഉണ്ട്, MLA ആണ്. അപ്പോൾ RC CM അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി VD തുടങ്ങിയ ചില ഫോർമുലകളെ പറ്റി ചില ആളുകൾ സംസാരിക്കുന്നുണ്ട്. RC ക്യാമ്പിൽ ചില ആളുകൾ സംസാരിക്കുന്നത് അങ്ങനെയുള്ള തങ്ങളുടെ നേതാവിന് അനുകൂലമായിട്ടുള്ള പല ഫോർമുലകൾ ഈ 3 ക്യാമ്പും വളരെ സജീവമായി പറഞ്ഞു. അതിനർത്ഥം 3 പേർക്ക് പ്രതീക്ഷയുണ്ട്, ആർക്കും ഒരു എന്താണ് വാട്ട് ഈസ് ഹാപ്പനിങ് എന്നൊരു പിടിയില്ല എന്നുള്ള യഥാർത്ഥത്തിൽ അതിനർത്ഥം. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ 3 നേതാക്കളെയും തൃപ്തിപ്പെടുത്താത്ത ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്താൻ കഴിയില്ല ഗോപി. ഇതിപ്പോ ഒരുപക്ഷെ നേതൃത്വത്തിന് അയൻഹാൻ ഒരു പേര് പ്രഖ്യാപിക്കാം എന്നൊക്കെ പറഞ്ഞാൽ പോലും ഈ 3 നേതാക്കളും ഹൈക്കമാൻഡിനും വളരെ വേണ്ടപ്പെട്ട നേതാക്കളാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് അനിഷേധ്യരായ, ഒഴിവാക്കാൻ കഴിയാത്ത, പിണക്കാൻ കഴിയുന്ന നേതാക്കളാണ്. അതുകൊണ്ട് 3 പേരെയും ഒരുപോലെ വിശ്വാസത്തിലെടുക്കുന്ന, 3 പേർക്കും വേദന ഉണ്ടാക്കാത്ത രീതിയിൽ ഇന്ന് രാവിലെ നമ്മൾ ചെറിയാൻ ഫിലിപ്പുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് 3 പേർക്കും വേദന ഉണ്ടാവാതിരിക്കണ്ടേ എന്ന് പറയാൻ ജോസഫ് വാഴക്കിനും അത് തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ 3 പേർക്കും വേദന നമുക്ക് ആ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. ഏതായാലും ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വിവരം നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ നിയമസഭാ കക്ഷി യോഗത്തിന്റെ സമയം മാറ്റിയിരിക്കുന്നു. കൃത്യസമയം പിന്നീട് അറിയിക്കാം എന്നതാണ് ഔദ്യോഗികമായി അവർ അറിയിച്ചിരിക്കുന്നത്. നിയമസഭാ കക്ഷി യോഗത്തിന്റെ സമയം മാറ്റി പുതിയ സമയം പിന്നീട് അറിയിക്കും, വൈകുന്നേരത്തോടു കൂടി ആയിരിക്കും എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.